അതെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ചൈനീസ് ചിക്കൻ റെസിപ്പി കാണിച്ചു തരട്ടെ. ഡ്രാഗൺ ചിക്കൻ. ഇതിന് നമുക്ക് വേണ്ടത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഏകദേശം 1/2 കിലോ വരും ഇത്. ഇതേപോലെ സ്ട്രൈപ്സ് ആക്കി അരിഞ്ഞ് വെള്ളം മുഴുവൻ തോർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പെപ്പർ പൗഡറും ഉപ്പും കൂടി ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 5 ടേബിൾ സ്പൂൺ മൈദ അല്ല റിഫൈൻഡ് ഫ്ലവർ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതിനകത്തിലേക്ക് ഒരു മുട്ട വേണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കി എടുക്കണം. നോക്കാം, ചിക്കൻ ഈ ബാറ്ററിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ. ഇത് ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വറക്കാൻ ഉപയോഗിച്ച എണ്ണയിലെ കുറച്ചെടുത്ത് അതിലേക്ക് ഞാൻ ഇങ്ങനെ അരിഞ്ഞ 3 പച്ചമുളക്, ഒരു 12 വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേ ഇങ്ങനെ ജൂലിയൻ കട്ട്സ് ആയിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടി എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ സവാള കുറച്ച് കട്ടിയായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഒരുപാട് അങ്ങ് വഴഞ്ഞു പോകരുത്. സോസുകൾ ചേർത്ത് കൊടുക്കാം. ഇതൊരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആണ്. ഇത് 4 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, ഒരു 4 ടേബിൾ സ്പൂൺ സോയ സോസ്. ചെറിയ തീ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. കുറച്ച് വറുത്ത് വെച്ച കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ജൂലിയൻ കട്ടായിട്ട് അരിഞ്ഞെടുത്ത ബെൽ പെപ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ബെൽ പെപ്പേഴ്സ് അധികം വെന്ത് പോകണ്ട കേട്ടോ. സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് ഗാർണിഷ് ചെയ്യാം. വൈറ്റ് സെസമി സീഡ്സിന്റെ മുകളിൽ തൂക്കിയെടുക്കാം. നോക്കിക്കേ, നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.